ഇങ്ങനത്തെ ടൈപ്പ് മിഠായി അറിയില്ല, വേഫേഴ്സ് അങ്ങനെയാണ് എനിക്ക് അറിയാറ്. ഇതിന് വേറെ പേരുണ്ടെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ നാട്ടില് ഈ പ്രായമുള്ളവരൊക്കെ നബാട്ടി വേണോ കുറെ കാലം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വേഫേഴ്സ് എന്താണ് ഈ ടി വിയിലൊക്കെ പറയുന്ന പേരും നാട്ടിൽ ഈ നബാട്ടി ആയിരിക്കും ശരിക്കും ഇതിന് പറയുന്ന പേരും വിചാരിച്ചേ. നഗ്ന സത്യം ഞാൻ ഇപ്പഴാ അറിയുന്നത്. ഞാൻ വാങ്ങിയ പാക്കറ്റിന്റെ മുകളിൽ ഒരു നബാട്ടി എന്ന പേരുണ്ടോ, കമ്പനീന്റെ പേരായിരുന്നു. ഈ കമ്പനി ഈ നാട്ടില് കുറെ ഉണ്ടായോണ്ട് എല്ലാരും ഈ വേഫേഴ്സിന് കോമൺ ആയിട്ട് നബാട്ടി എന്ന് വിളിക്കാൻ തുടങ്ങി. ഇത്രയും കാലം എനിക്ക് തെറ്റിദ്ധാരണയായിരുന്നു, വേഫേഴ്സ് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. നബാട്ടിയാണ് ഈ കൊളോക്കിയൽ നാട്ടിൽ പറയുന്ന പേര്. അപ്പൊ ഞാനിവിടെ പറയുന്നത് ഒരു ബ്രാൻഡിന് എത്രത്തോളം പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് കോമൺ ലാംഗ്വേജ് ആയിട്ട് മാറും. നിങ്ങൾ ആലോചിക്കണം, അതൊരു ബ്രാൻഡിന്റെ ഒരു സക്സസ് ആണത്. വെള്ളിമഴത്തെ അമ്മായി നബാട്ടിയാണ് എന്റെ പേരക്കുട്ടിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ഞാൻ അത് ഏത് സാധനം, പുതിയ സാധനമാണെന്ന് നോക്കി. നമ്മള് ഒരു 5 രൂപ മഞ്ചു വാങ്ങൂലേ, അതിന്റെ 4 ഇരട്ടി കിട്ടും ഇതിന്റെ 10 രൂപ. അപ്പൊ ആ കുട്ടീനെ എഴുതുന്നുണ്ട്, അപ്പൊ ഇത് അമ്മ ഇത് വേഫേഴ്സ് അല്ലേ ഞാൻ പറഞ്ഞപ്പോ അതാണ് നബാട്ടി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി എന്ന് വിചാരിച്ചതായിരുന്നു. ആ നഗ്ന സത്യം ഇന്ന് നബാട്ടി എന്നൊരു പാക്കറ്റിന്റെ കൈ കിട്ടിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്.